കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഐസോമോർഫിസത്തിന്റെ ഡെഫിനിഷൻ അറിയാം എന്ന് കരുതിയിട്ട് നമുക്ക് രണ്ട് ഗ്രൂപ്പുകൾ തന്നു കഴിഞ്ഞാൽ ആ ഡെഫിനിഷൻ വെച്ചിട്ട് ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ തമ്മിൽ ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനും ഇല്ല എന്ന് വേണം നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട്. നമുക്കറിയാം ഒരു n എലമെന്റ് ഉള്ള സെറ്റിൽ നിന്നും m എലമെന്റ് ഉള്ള സെറ്റിലേക്ക് തന്നെ m റേസ്ഡ് n ഫങ്ഷൻസ് ഉണ്ടാവും. അത്രയും ഫങ്ഷൻസ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ട് മുൻപ് പ്രൂവ് ചെയ്ത പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണ് ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. അതായത് ഐസോമോർഫിസ് ആണെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഒരെണ്ണം അബിലിയൻ ആണെങ്കിൽ മറ്റേത് അബിലിയൻ ആയിരിക്കും. ഒരെണ്ണത്തിൽ ഒരു എലമെന്റിന്റെ ഓർഡർ n ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റിന്റെ ഓർഡർ n ആയിരിക്കും. അതുപോലെ ഒരു ഗ്രൂപ്പ് സൈക്ലിക് ആണെങ്കിൽ മറ്റേ ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് പ്രൂവ് ചെയ്തില്ലേ. അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഐസോമോർഫിസ് അല്ല എന്ന് പറയാം. അപ്പൊ ആ ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 4 ഐഡിയാസ് ആണ് നമുക്കിവിടെ ഐസോമോർഫിസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന്, രണ്ടിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഡിഫറെന്റ് ആണെന്ന്. ഇത് ഫൈനൈറ്റ് ഗ്രൂപ്പിലേക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നീട് പറയാൻ പറ്റുന്നത് ഒന്ന് അബിലിയൻ ആണ്, മറ്റേത് അബിലിയൻ അല്ല എന്നുള്ളത്. പിന്നീട് പറയാൻ പറ്റുന്നത് ഒന്ന് സൈക്ലിക് ആണ്, മറ്റേത് സൈക്ലിക്കൽ. പിന്നീട് പറയാൻ പറ്റുന്നത് ഒരു ഗ്രൂപ്പില് ഓർഡറിലുള്ള ഒരു എലമെന്റ് ഉണ്ട്, പക്ഷെ മറ്റേ ഗ്രൂപ്പിൽ അതേ ഓർഡറിലുള്ള എലമെന്റ് ഇല്ല. ആ രൂപത്തിൽ 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഐസോമോർഫിസം അല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആർ ഈസ് നോട്ട് ഐസോമോർഫിക്കോ ആർ സ്റ്റാർ. നമ്മൾ നേരത്തെ ആർ പ്ലസിന് ഐസോമോർഫിക് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ആർ സ്റ്റാറിന് ഐസോമോർഫിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ ആർ വിത്ത് അഡീഷൻ ആണ്, ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആർ സ്റ്റാർ വിത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ്. അപ്പം സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് എന്നുള്ള രൂപത്തിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഐഡിയ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടിലും അബിലിയൻ ആണ്, രണ്ടും സൈക്ലിക് അല്ല. അപ്പൊ ആ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ ആറില് ആർ സ്റ്റാറിൽ കഴിഞ്ഞാൽ ഇവിടുത്തെ ഐഡന്റിറ്റി ആയ 1 എത്തും. ഇപ്പൊ -1ന്റെ ഓർഡർ 2 ആണ്. പക്ഷെ ആറില് 2 ഓർഡറിലുള്ള ഒരു എലമെന്റ് പോലും ഇല്ല. ആറിൽ അഡീഷൻ ആണുള്ളത്. 2 എലമെന്റിലൊരു ഓർഡറിലുള്ള എലമെന്റ് ഉണ്ടാവണമെങ്കിൽ ആ എലമെന്റ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? 2 ടൈംസ് ആ എലമെന്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? ഇവിടുത്തെ ഐഡന്റിറ്റി ആയി 0 കിട്ടണം. പക്ഷെ 2x 0 ആണെങ്കിൽ x ഈക്വൽ ടു 0 എന്ന് കിട്ടും നമുക്ക്. ആറില് 2x 0 ആണെങ്കിൽ എന്തായാലും x ഈക്വൽ ടു 0 ആണ്. അപ്പൊ അതുകൊണ്ട് x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ 2 ഓർഡറിലുള്ള ഒരു എലമെന്റും ആറിലില്ല. ആർ സ്റ്റാറിൽ 2 എലമെന്റിലുള്ള ഓർഡർ ഉണ്ട് -1. പക്ഷെ ആറില് 2 എലമെന്റ് ഓർഡറുള്ള എലമെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഐസോമോർഫിക് അല്ല. ഇനി Z4 നോട്ട് ഐസോമോർഫിക് ടു Z2 ക്രോസ് Z2. Z2 ക്രോസ് Z2 നമ്മൾ മുമ്പ് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുള്ളതാണ്. Z4നകത്ത് 4 എലമെന്റ്സ് ഉള്ളത്, Z2 ക്രോസ് Z2നകത്ത് 4 എലമെന്റ്സ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് ഡിഫറെന്റ് ആണെന്നുള്ള രൂപത്തിൽ പറയാൻ പറ്റില്ല. ഇനി ഇതും അബിലിയൻ ആണ്, ഇതും അബിലിയൻ ആണ്. അപ്പൊ ആ കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ ഇത് സൈക്ലിക് ആണ്, ഇത് സൈക്ലിക് അല്ല. അപ്പൊ നമുക്ക് ആ ഒരു കാരണം വെച്ചിട്ട് ഇവർ രണ്ടുപേരും ഐസോമോർഫിക് അല്ല എന്ന് പറയാം. Z4 is a cyclic group, but Z2 cross Z2 is not cyclic. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് GL2Z2 ഐസോമോർഫിക് ടു Z3 S3 എന്നുള്ളതാണ്. S3കകത്ത് 6 എലമെന്റ്സ് ഉള്ളത്, GL2Z2നകത്തും 6 എലമെന്റ്സ് ഉള്ളത്. ഇതിന്റെ ടേബിൾ ഓൾറെഡി നമ്മൾ മുൻപ് ഒരു ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലത്തെ എലമെന്റ്സിനെ ഈ രൂപത്തിൽ പേര് കൊടുക്കുക. ഐഡന്റിറ്റിന് ഇ എന്നും, എ എന്ന് പറയുന്നത് 1110, ബി എന്ന് പറയുന്നത് 0110 എന്നുള്ള രൂപത്തിൽ ഈ GL2Z2ലെ ഗ്രൂപ്പ് ടേബിളിലുള്ള ഈ എലമെന്റ്സിന് ഇത് ഈ പേര് കൊടുത്തു കഴിഞ്ഞാൽ A³ ഐഡന്റിറ്റി ആണെന്നും B² E ആണെന്നും BA ഈക്വൽ ടു A² B ആണെന്നുള്ളതും കാണാൻ പറ്റും. എന്നിട്ട് ഈ ഗ്രൂപ്പ് ടേബിളിൽ ഈ ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് ഈ എലമെന്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S3യുടെ അതേ ടേബിൾ തന്നെ കിട്ടുന്നുള്ളത് കാണാം. S3ക്ക് നമ്മൾ 2 റെപ്രസെന്റേഷൻ പഠിച്ചു. അതിലത്തെ രണ്ടാമത്തെ റെപ്രസെന്റേഷൻ വെച്ചിട്ടുള്ള ടേബിൾ തന്നെയാണ് GL2Z2ന് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. സോ അതായത് നമുക്ക് പ്രോപ്പർലി GL2Z2ലെ എലമെന്റ്സിനെ റീനെയിം ചെയ്തപ്പോൾ S3യുടെ ടേബിൾ തന്നെ കിട്ടി. സോ ദേ ആർ ഐസോമോർഫിക്. ഇനി Z6 ഐസോമോർഫിക് ടു Z2 ക്രോസ് Z3. ഇത് ഞാൻ ഇവിടെ ഇപ്പോൾ പറയുന്നില്ല, കാരണം നമ്മൾ അതിന് ഒരു തിയറം ഇവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡയറക്റ്റ്ലി അത് ഫോളോ ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പൊ ആദ്യം ഇതാണ് നമ്മൾ ആ പറഞ്ഞ തിയറം. പക്ഷെ അതിന് മുമ്പ് ഒരു പ്രൊപ്പോസിഷൻ ഉണ്ട്, അതെന്താന്ന് നോക്കാം. Let G1 and G2 be groups. Phi from G1 to G2 be a function such that phi of AB equal to phi of A into phi of B for all A, B element of G1. അതായത് ഐസോമോർഫിസത്തിന്റെ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് തന്നിട്ടുണ്ട്. ഐസോമോർഫിസ് ആണെന്ന് തന്നിട്ടില്ല, കാരണം എന്താ 1 1 1 1 ആണെന്ന് പറഞ്ഞിട്ടില്ല. ഈ പ്രോപ്പർട്ടി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ തിയറത്തിൽ പറയുന്നത് എന്താ, phi is 1 1 if and only if phi of x equal to E implies x equal to E. അതായത് ഈ ഫംഗ്ഷൻ 1 1 ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഫൈ ഓഫ് എക്സ് ഐഡന്റിറ്റി ആയാൽ എക്സ് ഈക്വൽ ടു ഐഡന്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഫൈ എന്നുള്ള ഫംഗ്ഷൻ ഐഡന്റിറ്റീനെ മാത്രമേ ഐഡന്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണിത്. ഓക്കെ, ഇപ്പം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്, രണ്ട് സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് സപ്പോസ് ചെയ്യുന്നു ഫൈ G1 നിന്നും G2 ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ഫൈ 1 1 ആണെന്ന് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കണ്ടീഷനാണ്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇ എന്നുള്ളത് ഐഡന്റിറ്റി ആയതുകൊണ്ട് ഫൈ ഓഫ് ഇ ഈക്വൽ ടു ഇ ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനി സപ്പോസ് ഫൈ ഓഫ് എക്സ് ഇ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈ ഓഫ് എക്സിന്റെ വാല്യൂവും ഫൈ ഓഫ് ഇയുടെ വാല്യൂവും സെയിം ആണെന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ എന്ന് എഴുതാം. ഞാൻ പറയുന്ന രൂപത്തിൽ നോട്ട് എഴുതണം കേട്ടോ. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ. പക്ഷെ ഫൈ 1 1 ആയതുകൊണ്ട് ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി ആയാൽ എ ഈക്വൽ ടു ബി എന്ന് കിട്ടില്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ഇ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. അപ്പോൾ ഫൈ 1 1 ആണെന്ന് എടുക്കുമ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി തിരിച്ച് ഫൈ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈ 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യുന്നു, സപ്പോസ് ഫൈ എന്നുള്ളത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നിരിക്കട്ടെ. അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ ആയാൽ എക്സ് ഈക്വൽ ടു ഇ ആണെന്നിരിക്കട്ടെ. ഫൈ 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈ ഓഫ് എക്സ് 1 ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് 2 എന്നെടുത്തു. നമുക്ക് 1 1 ആണെന്ന് കിട്ടണമെങ്കിൽ എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടണം. ഫൈ ഓഫ് എക്സ് 1 ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് 2 എന്നുള്ള ഈക്വേഷന് ഫൈ ഓഫ് എക്സ് 2ന്റെ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് 2 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ്. ഇനി ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് എന്നുള്ളതിന് ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഒരു എലമെന്റിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഐഡന്റിറ്റി ഇട്ടില്ലേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ മാറ്റി എഴുതണം കേട്ടോ. ഓക്കെ, അപ്പം ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു ഫൈ ഓഫ് എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇനി അതിൽ ഫൈ ഐസോമോർഫിസ് ആണെന്നുള്ളത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫൈ ഓഫ് എക്സ് 1 ഇൻറ്റു എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടി. അപ്പോൾ ഫൈ ഓഫ് എക്സ് 2 ഇൻറ്റു എക്സ് 1 ഇൻറ്റു എക്സ് 2 ഇൻവേഴ്സ് ഇ ആണെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നല്ല പ്രൂവ് ചെയ്തേ, അസ്യൂം ചെയ്തേ. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ഇ. അപ്പോൾ അതിൽ നിന്നും എക്സ് 1 എക്സ് 2 ഇൻവേഴ്സ് ഈക്വൽ ടു ഇ എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ഇതിന് എക്സ് 2 കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 1 ഈക്വൽ ടു എക്സ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഐഡന്റിറ്റി 1 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇനി അടുത്തത് പ്രൊപ്പോസിഷൻ ആണ്. If m and n are positive integers such that GCD of m, n equal to 1, then ZMN is isomorphic to ZM cross ZN. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടുത്തെ ഈ എക്സാമ്പിളിൽ 2ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം അല്ലേ. അപ്പോൾ ആ തിയറം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ Z2 ക്രോസ് Z3 ഐസോമോർഫിക് ടു Z6 എന്നുള്ളത് ഈ തിയറത്തിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ GCD of m n equal to 1 എന്ന് പറഞ്ഞാൽ അതാ മീൻ ചെയ്യുന്നത്. ZMN ഐസോമോർഫിക് ടു ZM ക്രോസ് ZMN എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവർ തമ്മിൽ ഒരു ഐസോമോർഫിസം ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു ഫൈ ഫ്രം ZMN ടു ZM ക്രോസ് ZN ബൈ ഇവിടുത്തെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രുവൻസ് ക്ലാസ്സുകളാണ് വിത്ത് റെസ്പെക്ട് ടു MN. അപ്പോൾ XMN ഈക്വൽ ടു ഇവിടെ ഓർഡേർഡ് പെയർ ഉണ്ടാവുക, ക്രോസ് പ്രോഡക്റ്റ് അല്ലേ. ആദ്യത്തെ എലമെന്റ് ZM-ൽ നിന്നും രണ്ടാമത്തേത് ZN-ൽ നിന്നും. അപ്പോൾ അതേ സെയിം എക്സ് എടുത്തിട്ട് എം എന്നുള്ളത് വെച്ചിട്ട് ഏത് കോൺഗ്രുവൻസ് ക്ലാസ്സിലാണോ പറഞ്ഞത് അതാണ് ആദ്യത്തെ കോർഡിനേറ്റ്. സെക്കൻഡ് കോർഡിനേറ്റ് എക്സ് കോൺഗ്രുവൻസ് ക്ലാസ് മോഡുലോ എന്നിലുള്ള വാല്യൂ. ഓക്കെ, അപ്പോൾ അത് ZN-ലെ എലമെന്റ് ആയിരിക്കും. ഈ രൂപത്തിൽ ഫൈ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഐസോമോർഫിസ് ആണെന്നാണ്. ഐസോമോർഫിസ് ആവാൻ വെൽ ഡിഫൈൻഡ് ആവണം, 1 1 ആവണം, ഓൺ 2 ആവണം, ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും വേണം. അപ്പോൾ ആദ്യം നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അതായത്
ഇവിടുത്തെ രണ്ട് എലമെന്റുകൾ ഈക്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമേജും ഈക്വൽ ആണെന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ രണ്ട് എലമെന്റുകൾ ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ എയുടെ ക്ലാസ്സും ബിയുടെ ക്ലാസ്സും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ എ കോൺഗ്രുവൻ ടു ബി മോഡ് എം എൻ. സപ്പോസ് എ കോൺഗ്രുവൻ ടു ബി മോഡ് എം എൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എ കോൺഗ്രുവൻ ടു ബി മോഡ് എമ്മും ആയിരിക്കും, എ കോൺഗ്രുവൻ ടു ബി മോഡ് എന്നും ആയിരിക്കും, ബിക്കോസ് ജി സി ഡി ഓഫ് എം എൻ 1 ആയതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടുന്നത്? എയുടെ ക്ലാസ് ബിയുടെ ക്ലാസ്സും എം വെച്ചിട്ടായാലും എൻ വെച്ചിട്ടായാലും സെയിം തന്നെയാണെന്ന്. സോ ദാറ്റ് മീൻസ് ഫൈ ഈസ് വെൽ ഡിഫൈൻഡ്. ഇനി നമുക്ക് ഇത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. 1 1 ആണ്, ഓൺ 2 ആണ് എന്നുള്ള കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. അതുപോലെ ആ പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈ ഈ എന്താണ് ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇതിൽ കൊടുത്തിട്ടില്ല, ഞാൻ ഇതിന്റെ രണ്ടിന്റെയും പ്രൂഫ് വേറെ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, 5 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റിസൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതായത് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത്, അതായത് 0 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഐഡന്റിറ്റി. അപ്പോൾ ഫൈ ഓഫ് എക്സ് എം എൻ ഈക്വൽ ടു ഇവിടുത്തെ ഐഡന്റിറ്റി ഏതാ? 0 0. ഇപ്പൊ 0 0 ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്സ് തന്നെ 0 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ മോഡുലോ എൻ വെച്ചിട്ടുള്ള വാല്യൂ മോഡുലോ എം വെച്ചിട്ടുള്ള വാല്യൂ 0 ആണെന്നാണ് കിട്ടുന്നത്. അപ്പം ജി സി ഡി ഓഫ് എം എൻ 1 ആയതുകൊണ്ട് ഈ എക്സിന്റെ എം എൻ വെച്ചിട്ടുള്ള വാല്യൂം എന്താണെന്ന് കിട്ടും? 0 തന്നെയാണെന്ന് കിട്ടും. അതായത് എക്സ് എന്നുള്ള ക്ലാസ് 0 എന്നുള്ള ക്ലാസ്സിന് ഈക്വൽ ആണ്. അപ്പോൾ സോ മുൻപിലത്തെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഫൈ എന്താണെന്ന് പറയാം? 1 1 ആണെന്ന് പറയാം. ഇനി ഓൺ ടു നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്തും സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത്. അപ്പോൾ ഇത് 1 1 ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഓൺ ടു ആയേ പറ്റും. അപ്പോൾ ഐസോമോർഫിസം ആണെന്നുള്ളതിന്റെ എല്ലാ കണ്ടീഷനും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് ആൻ ഐസോമോർഫിസം. അപ്പം ഇത്രയുമാണ് ഈ സെക്ഷനിൽ ഉള്ളത്. ഇനി അടുത്ത സെക്ഷൻ മുതലുള്ളത് നമ്മൾ ഡയറക്റ്റ് ക്ലാസ്സിൽ എടുക്കാം.